ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പഴയ ഒരു വീട് നമുക്ക് പുതിയ മോഡൽ ലെവലിലേക്ക് നമുക്ക് അതിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല വരുന്നത്, എത്ര പഴകിയ വീടാണെങ്കിലും നമുക്ക് പുതിയ മോഡൽ ലെവലിലേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പുതിയ മോഡൽ വയറിംഗ് സിസ്റ്റം കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബെഡ് സ്വിച്ച് കൊടുക്കാൻ സാധിക്കും. എല്ലാം നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് ആദ്യമേ ഉണ്ടായിരുന്ന എൻട്രൻസിൻ്റെ മെയിനായിട്ട് വരുന്ന സ്വിച്ച് ബോർഡ് ഇവിടെയായിരുന്നു. അതിൽ വന്നിരിക്കുന്ന പൈപ്പുകളാണ് ഈ കാണുന്നത്. അത് നമ്മളൊരു മരത്തിൻ്റെ ബോക്സ് ആയിരുന്നു. അത് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം ചെതൽ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം SS-ൻ്റെ സ്റ്റീലിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പഴയ ബോക്സും പുതിയ ബോക്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അത്രയും വലിപ്പമുള്ളതാണ് പഴയ ബോക്സിൻ്റെ ഏരിയ വന്നിരിക്കുന്നത്. അത്രയും തന്നെ സ്വിച്ചും പ്ലഗും കാര്യങ്ങളെല്ലാം വരുന്ന ഏരിയയിൽ വന്നിരിക്കുന്ന ആ സ്വിച്ചിൻ്റെ തന്നെ അതേ മോഡ്യൂളായിട്ട് വരുന്നത് മെറ്റൽ ബോക്സ്, അതായത് SS-ൻ്റെ ബോക്സാണ് നിങ്ങൾ ഈ കാണുന്ന സ്റ്റീലിൻ്റെ ബോക്സ്. അത് നമ്മൾ പിടിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേപ്പ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. കാരണം പഴയ ഭിത്തിയാണ്. അപ്പോൾ നമ്മൾ പിടിപ്പിക്കുന്ന സമയത്ത് പ്രൊജക്ഷൻ ആവശ്യമില്ല, കറക്റ്റ് ലെവലിൽ തന്നെ പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആ പറയുന്ന പഴയ സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം കുത്തി കളഞ്ഞതിന് ശേഷം ആ ബോക്സ് ഉറപ്പിച്ച് ക്ലിയർ ചെയ്തു. ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബെഡിൻ്റെ ഏരിയ ആദ്യമേ തന്നെ തീരുമാനിക്കണം. ബെഡിൻ്റെ രണ്ട് സൈഡിലാണെങ്കിൽ രണ്ട് സൈഡിൽ നമുക്ക് സ്വിച്ച് ബോർഡ് കൊടുക്കാം. ഇനി അതല്ല ഒരു സൈഡിലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടേക്കുള്ള സർക്യൂട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പൈപ്പാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. പഴയ പൈപ്പിലൂടെ നമുക്ക് പിന്നീട് ചിലപ്പോൾ തള്ളിയെ കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്തെങ്കിലും ജംഗ്ഷനോ കാര്യങ്ങളോ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമില്ല, നമ്മൾ എന്തായാലും പുതിയ രീതിയിൽ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് പുതിയ രീതിയിൽ തന്നെയുള്ള പൈപ്പും കാര്യങ്ങളും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അത്യാവശ്യം നമ്മുടെ ഈ ബെഡിൻ്റെ ഏരിയയിലേക്ക് എൻട്രൻസിൽ നിന്ന് മിനിമം 2 പൈപ്പെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരു 25ഉം ഒരു 20ഉം കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കാരണം AC ഒക്കെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ AC, 2 വേ കൺട്രോളിങ്, അതുപോലെ തന്നെ മാസ്റ്റർ, അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഫേസ് വരുന്നത്, അങ്ങനെ എല്ലാം കൂടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 2 പൈപ്പെങ്കിലും മിനിമം കൊടുക്കുക. ബാക്കി വരുന്ന എല്ലാം തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് എത്ര ലൈറ്റ്സാണ് നമ്മുടെ റൂമിൽ വേണ്ടതെന്ന് തീരുമാനിക്കണം. മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ട്യൂബ് ലൈറ്റും ഒരു ഫാൻസി ലൈറ്റും. ഈ ഫാൻസി ലൈറ്റ് വേണമെങ്കിൽ നമുക്കൊരു ഹോൾഡറാക്കി കൺവേർട്ട് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കട്ടിലിൻ്റെ സെൻട്രലായിട്ട് ഒരു പിക്ചർ ലാമ്പോ അല്ലെങ്കിൽ പിക്ചർ ലാമ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി കൊടുക്കാം. അപ്പോൾ മിനിമം നമുക്കൊരു 3 ലൈറ്റ്. പിന്നെ അത് കൂടാതെ വേണമെങ്കിൽ നമുക്ക് ബാത്റൂമിൻ്റെ ഏരിയയിൽ വരുന്ന നമുക്ക് ഫുഡ് ലാമ്പ് സിസ്റ്റം വേണമെങ്കിൽ ഫുഡ് ലാമ്പ് സിസ്റ്റം കൂടി കൊടുക്കാം. അപ്പോൾ ബെഡിൻ്റെ പൊസിഷനിൽ നമുക്ക് 2 സൈഡിലും പറഞ്ഞ രീതിയിൽ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയിൽ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു സൈഡെങ്കിലും നമ്മൾ 65 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡുകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ 2 2 വേ റെഗുലേറ്റർ, മാസ്റ്റർ, മാസ്റ്റർ കൺട്രോളിങ്, പിന്നെ അതുപോലെ തന്നെ AC, ഒരു പ്ലഗും സ്വിച്ചും അത് ഇൻവെർട്ടറിൽ വേണമെങ്കിൽ ഇൻവെർട്ടറിൽ കൊടുക്കുക. ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. പിന്നെ അവിടെ വേണമെങ്കിൽ നമുക്ക് സീലിംഗ് ലൈറ്റ് വേണമെങ്കിൽ സീലിംഗ് ലൈറ്റ്സിൻ്റെ ഓപ്ഷൻ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുഡ് ലാമ്പ്, ബാത്റൂമിൻ്റെ ഏരിയയിൽ വരുന്ന ഫുഡ് ലാമ്പിൻ്റെ ഓപ്ഷൻ വേണമെങ്കിൽ ഫുഡ് ലാമ്പിൻ്റെ ഓപ്ഷനും കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ പൈപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പഴയ പൈപ്പിൻ്റെ കൂടെ നമുക്ക് വയർ വലിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കിയതിന് ശേഷം നടക്കുന്നില്ലെങ്കിൽ പുതിയ പൈപ്പുകൾ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വേറൊന്നും കൊണ്ടല്ല, ഇൻഡക്ഷൻ കറണ്ട് ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നമായി കഴിയുന്നത്. അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും LED ബൾബ് ചെറിയൊരു ബ്രൈറ്റ്നെസ്സിൽ തെളിഞ്ഞ് കിടക്കുന്നു. ഇത് വേറൊന്നും കൊണ്ടല്ല, ടൈറ്റ് വയറിങ് വരുന്നതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തേക്ക് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്കൊരു പഴയ വീടാണെങ്കിലും എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാമെന്നും എന്തൊക്കെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാമെന്നും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you